നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു. തുടർച്ചയായ മൂന്നാം കളിയിലാണ് അവർ വിജയമില്ലാതെ കളിക്കളം വിടുന്നത്. സ്വാഭാവികമായിട്ടും ആരാധകർക്ക് ആശങ്കയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കളിക്ക് ശേഷം സാബി അലോൻസോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തും, എവിടെയാണ് റോങ് എന്ന് കണ്ട് തിരുത്തുമെന്നാണ്. നോക്കുക, ഇപ്പോൾ ലിവർപൂളിനോട് അവർ പരാജയപ്പെട്ടല്ലോ 1-0 യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ തോറ്റതിന് ശേഷം തൊട്ടു പിന്നാലെ റയോ വയക്കാനോയോട് ഗോൾ രഹിത സമനില, എൽച്ചയോട് ഇതാ 2-2 സമനില. സോ തുടരെ 3 മത്സരങ്ങൾ വിജയിക്കാനാവാതിരിക്കുകയാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ്. ലാലിഗയിൽ ഈ മത്സരത്തിൽ 1 പോയിന്റ് ലഭിച്ചതോടെ അവർ 1-ാം സ്ഥാനം ഇപ്പോൾ നിലനിർത്തിയിട്ടുണ്ട്. 13 കളി 32 പോയിന്റ്. ബാഴ്സ 13 കളി 31 പോയിന്റ്. ആ പോയിന്റ് വ്യത്യാസം 1 ചുരുങ്ങിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഈ മത്സരത്തിൽ റയൽ മാഡ്രിഡിന് വേണ്ടി ഹുയിസനും ബെല്ലിംഗാമുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് ഫെബാസും റോഡ്രിഗസുമാണ് എൽച്ചയുടെ ഗോളുകൾ കണ്ടെത്തിയത്. വിനി ജൂനിയർ ബെഞ്ചിലിരുത്തിക്കൊണ്ടാണ് കളിക്ക് ടീമിനെ ഇറക്കിയത് സാബി അലോൺസോ. കളിക്ക് ശേഷം പറഞ്ഞത് വിനിയുമായി സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവും എന്നാണ്. ഏതായാലും വിനി ജൂനിയർ ഇല്ലാതെ എംബാപ്പെ, റോഡ്രിഗോ, ബെല്ലിംഗാം എന്നിവരെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു റയൽ മാഡ്രിഡ് കളിക്കാൻ ഇറങ്ങിയത്. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. പക്ഷേ 2ാം പകുതിയിൽ ഗോൾ അടിച്ചു തുടങ്ങിയത് എൽച്ചയായിരുന്നു. കളിയുടെ 53ാമത്തെ മിനിറ്റിൽ വലേറിയുടെ അസിസ്റ്റിൽ നിന്ന് ഫെബാസ് പന്ത് റയലിൻ്റെ വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. കളി പുരോഗമിക്കവേ ഗോൾ മടക്കാനുള്ള റയൽ മാഡ്രിഡിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നു. അങ്ങനെ ഒടുവിൽ അവർക്കത് സാധിക്കുകയും ചെയ്തു. കളിയുടെ 78ാമത്തെ മിനിറ്റിൽ ഹുയിസനിലൂടെ സമനില പിടിച്ചതാണ്. അവിടെ നിന്നാണ് വീണ്ടും പണി കിട്ടുന്നത്. റോഡ്രിഗസ് 84ാമത്തെ മിനിറ്റിൽ വീണ്ടും എൽച്ചയെ മുന്നിലെത്തിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെയാണ് തങ്ങളെ വല്ലാതെ ഹേർട്ട് ചെയ്ത സംഭവം എന്നാണ് കോച്ച് സാബി അലോൺസോ പറയുന്നത്. ആ 2-1 എന്ന രൂപത്തിലേക്ക് പോകാൻ പാടുണ്ടായിരുന്നില്ല അത്ര. ഏതായാലും ആ തിരിച്ചടി ജൂഡ് ബെല്ലിംഗാം 87ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചതോടെ നികത്തിയെങ്കിലും വിജയത്തിലേക്ക് കടക്കാൻ കഴിയാതെ പോയി റയൽ മാഡ്രിഡിന്. എന്ന് മാത്രമല്ല, കളി കഴിഞ്ഞിട്ട് ഇപ്പോൾ എൽച്ചയുടെ കോച്ച് ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്. വിനി ജൂനിയർ കൃത്യമായി ഇനാക്കി പെനയെ ഫൗൾ ചെയ്തിരുന്നു, അത് റഫറി അനുവദിച്ചില്ല, അത് ശരിയായ നിലപാടല്ല, 2-2 എന്നുള്ളതൊരു ഫെയർ ആയിട്ടുള്ള റിസൾട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഞങ്ങൾ ജയിക്കേണ്ടതായിരുന്നു എന്ന് എൽച്ചയുടെ കോച്ച് ആരോപിക്കുകയും ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.